ലൈവിലേക്ക് സ്വാഗതം. കട്ടപ്പന നഗരസഭ ദ്രവമാലിന്യ സംസ്കരണത്തിന് സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴിക്ക് നിവേദനം നൽകി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഗ്ലാമേഴ്സ് ഹെവൻ യൂണിസെക്സ് സലൂൺ, ഇടുക്കിക്കവല ബൈപ്പാസ് റോഡ്, കട്ടപ്പന. കട്ടപ്പനയിൽ വളരെ കാലമായി പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ, ബേക്കറി, കോഫി ബാർ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന വെള്ളം ഓടയിലേക്ക് ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട് പല കടകൾക്കും നഗരസഭ നോട്ടീസ് നൽകുകയും ലൈസൻസ് നിഷേധിക്കുകയും ചെയ്യുകയാണ്. പ്രദേശത്തെ മണ്ണിന്റെ ഘടനയനുസരിച്ച് വെള്ളം മണ്ണിൽ വലിഞ്ഞു പോകുന്നില്ല. സ്വന്തം ബിൽഡിംഗ് അല്ലാത്തതുമൂലവും സ്ഥല സൗകര്യം കുറവായതുമൂലവും സ്വന്തമായി ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കാനും കഴിയില്ല. മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ഒഴുകുന്ന വേസ്റ്റുകളുടെ ഉത്തരവാദിത്വവും ഈ സ്ഥാപനങ്ങൾക്ക് മേൽ വരികയാണ്. മുനിസിപ്പാലിറ്റി സ്ഥലം കണ്ടെത്തി മലിനജലം പ്രത്യേകം ലൈനിലൂടെ കളക്ട് ചെയ്തുകൊണ്ട് പൊതു ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കുകയും നമ്മുടെ നാടിനെ മാലിന്യത്തിൽ നിന്ന് രക്ഷിക്കുന്നതോടൊപ്പം ഭക്ഷണ ഉൽപാദക വിതരണ മേഖലയിലെ വ്യാപാരികളെ സംരക്ഷിക്കുകയും ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ഭക്ഷണ ഉൽപാദന വിതരണ മേഖലയിലെ സംഘടനയായ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് നിവേദനം നൽകിയത്. നിവേദനം കൈപ്പറ്റിയ നഗരസഭാ ചെയർപേഴ്സൺ നിവേദനം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. അസോസിയേഷൻ ഒരു അടിയന്തര വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് മുനിസിപ്പാലിറ്റിയിലെത്തിയത്. കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന ദ്രവമാലിന്യം അത് എല്ലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് സ്ഥല സൗകര്യം കുറവ് മൂലവും കട്ടപ്പനയെ അല്ലെങ്കിൽ നമ്മുടെ ഹൈറേഞ്ചിലെ മണ്ണിൻ്റെ പ്രത്യേകത മൂലവും അത് മണ്ണിൽ വലിഞ്ഞു പോകാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതിനാൽ അവർക്ക് ഓരോ കടകൾക്ക് പ്ലാന്റുകൾ നിർമ്മിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അത് പൊതുവായി ഒരു ദ്രവമാലിന്യ പ്ലാന്റ് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പ്രധാനമായും നമ്മൾ ഇന്ന് ഇത് ഒരു നിവേദനം സമർപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം കട്ടപ്പനയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും, അതായത് ഹോട്ടൽ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ശുദ്ധജലം നമുക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നും അതുപോലെ തന്നെ ഇപ്പോൾ പ്രൈവറ്റ് ഏജൻസിയെ ഏൽപ്പിച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ വേസ്റ്റുകൾ കൊണ്ടുപോകുന്നതിന് കൊടുക്കുന്ന ഭീമമായ തുക എല്ലാവരിൽ നിന്നും ഈടാക്കുന്നുണ്ട്. അതൊന്ന് മാറ്റുന്നതിന് മുനിസിപ്പാലിറ്റി സ്വന്തമായി ഒരു പ്ലാന്റ് നിർമ്മിച്ചുകൊണ്ട് അതിലേക്ക് മാറ്റിക്കൊണ്ട് അതിൽ നിന്നൊക്കെ നമ്മളെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം ഈ നാടിനെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ഇതുകൊണ്ടുണ്ടാകും. കട്ടപ്പനയിലെ ഒരു പ്രധാന വിഷയമാണ് ഈ ദ്രവമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കുന്നത് കൊണ്ട് മാറിക്കിട്ടുന്നതെന്നുള്ള യാതൊരു. സ്വസ്ഥമായി വ്യാപാരം ചെയ്യുവാൻ സാഹചര്യമുണ്ടാക്കണമെന്നും കട്ടപ്പനയുടെ വികസനത്തിനനുസരിച്ച് കുടിവെള്ളം സ്ഥാപനങ്ങൾക്ക് നൽകുന്നതിനും ഇപ്പോൾ ദ്രവമാലിന്യത്തിന് നൽകുന്ന ഭീമമായ തുകയിൽ നിന്നും ഒഴിവാക്കാൻ പ്രൈവറ്റ് ഏജൻസിയെ മാറ്റി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുകയും ഈ പ്രശ്നം വളരെ ഗൌരവമായി കാണണമെന്നും അടിയന്തര ശ്രദ്ധ ചെലുത്തി വേണ്ട നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യമുയരുന്നത്. സംഘത്തിൽ പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്കൽ, സെക്രട്ടറി മാത്യു ജോസഫ്, ട്രഷറർ സുജികുമാർ കെ എ, സുഭാഷ് MT, ബിനോയ് സെബാസ്റ്റ്യൻ, ലൂയിസ്, മിലാനോ, ബെന്നി, റെജി, അനിൽ തുടങ്ങിയവരാണ് നിവേദനം നൽകിയത്. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈറേഞ്ചിന്റെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ചാരുതയേകി ഇനി മുതൽ കട്ടപ്പനയിൽ ഗ്ലാമേഴ്സ് ഹെവൻ യൂണിസെക്സ് സലൂൺ. സൗന്ദര്യവും ആത്മവിശ്വാസവും ഇനി ഗ്ലാമേഴ്സ് ഹെവനിലൂടെ. പ്രൊഫഷണൽ സർവീസസ്, ബ്രൈഡൽ മേക്കപ്പ്, ഹെയർ സ്പാ, ഹെയർ സ്റ്റൈലിംഗ് ആൻഡ് കളറിംഗ്, ഹെയർ സ്ട്രെയിറ്റനിംഗ് ആൻഡ് സ്മൂത്തനിംഗ്, പെരിക്യൂർ ആൻഡ് മാനിക്യൂർ, വിസ്മയിപ്പിക്കുന്ന മേക്ക് ഓവർ അനുഭവം, ബ്രൈഡ് ആൻഡ് ഗ്രൂം വർക്കുകൾ. ഗ്ലാമേഴ്സ് ഹെവൻ യൂണിസെക്സ് സലൂൺ, ഇടുക്കിക്കവല ബൈപ്പാസ് റോഡ്, കട്ടപ്പന.